പവർ ഉണ്ടല്ലേ? ബ്രേക്ക് കുറച്ച് കുഴപ്പമില്ല, ഓൺ പോയിന്റ് തന്നെ. സൗണ്ട് എഡിഷൻ ആൾക്കാരൊക്കെ ഊക്കുമായിരുന്നു കമന്റില്. പണ്ട് ഈ ടാറ്റയ്ക്കായിരുന്നു ഇറക്കുമ്പോ എഡിഷൻ ഇറക്കുമല്ലോ, മറ്റേ ബ്ലാക്ക് എഡിഷൻ, കസീരംഗ എഡിഷൻ, ഗോൾഡ് എഡിഷൻ, ഒരു ബാത്റൂം എഡിഷൻ ഇവിടെ മാർബിളിന്റെ ഒക്കെ ഒട്ടിച്ച്. സഫാരിയിലൊക്കെ കാണണം. ഓ, രാജ്യസ്നേഹികൾ കുറെ എണ്ണം ഉണ്ട്. മഹേന്ദ്രക്ക് ഇത്രയും രാജ്യസ്നേഹികളില്ല കേട്ടോ. ഈ ടാറ്റയ്ക്ക് എനിക്ക് മഹേന്ദ്രയുടെ ഫാൻസ് കുറച്ചും കൂടെ എനിക്ക് തോന്നിച്ചിരി വെളിവുള്ളതാണോ? വെളിവിറ്റല്ല, കുറച്ചും ന്യൂട്രലായിട്ട് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എന്തായാലും വണ്ടി ഇരിക്കും, ഞങ്ങളുടെ കുറെ SUV ഉണ്ട്. നീ ഒരു പുതിയ പരസ്യം കണ്ടായിരുന്നു, ഇന്ത്യസ് നമ്പർ 1 SUV ഏതിന്റെ എന്ന് പറഞ്ഞിട്ട്. ആരായിരിക്കും? ചുമ്മാ ഗസ് ചെയ്യ്. ഹ്യൂണ്ടായി അല്ലേ? 1.5 1.9 TDIയിലേക്കുള്ള യാത്ര. 1.9 ആണ്. ഇത് 1.9 189. ഓ, സാധനം മാറിപ്പോയി. പവർ ഉണ്ടല്ലേ? അന്ന് ഡീസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാനുവലും ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ്. സത്യം പറഞ്ഞ ഒക്ടേവിയാണ് സെക്കൻഡ് ജനറേഷൻ. ലോറ സെയിം ടൈപ്പ് ഇറങ്ങിയതല്ലേ? അതെ, 2005 തൊട്ട് 9 വരെ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ജനറേഷൻ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ലോറ എന്ന് പറഞ്ഞ വലിയ സൈഡ് ബൈ സൈഡ് 2 വണ്ടിയും കൂടെ ഒറ്റ ഇത് എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. 1.9 TDI പുതിയ നെക്സോൺ. EV ആണ്, കുറെ കൂടെ ഭംഗിയുണ്ട്. ക്ലൈമറ്റിക് കൺട്രോൾ ഒക്കെ, ഓട്ടോ AC, ഡ്യുവൽ സോൺ ആണ്. പിന്നെ യൂറോപ്യൻ സ്പെക് ആണ്. മറ്റേ സീറ്റ് ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ. കൂളിംഗ് ഉണ്ടോ? കൂളിംഗ് ഇല്ല തോന്നുന്നു, മാത്രം അവിടത്തേക്ക് വേണ്ടി ഇറങ്ങിയേക്കുന്നത്. യൂറോപ്യൻ ഇപ്പൊ അവസാനം മറ്റേ ടീറോക്ക് വന്നപ്പോ ഓർമ്മയില്ലായിരുന്നു, ഗ്ലൗ ബോക്സിന്റെ അകത്ത് മറ്റേ CD പ്ലെയർ ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒന്നുമില്ല. വണ്ടി ടോട്ടലി ആദ്യത്തെ ജനറൽ VRS ഉണ്ടായിരുന്നല്ലോ, ഇതിലും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമേ സത്യം പറഞ്ഞാൽ സ്കോഡക്കാർ നമുക്ക് ഈ എഞ്ചിൻ അങ്ങ് തന്നു, ഈ 1.9 തോന്നുന്നു. അന്നത്തെ ഒരു എന്തൂസിയാസ്റ്റ് വണ്ടിയായിരുന്നു. പക്ഷെ ആവശ്യത്തിന് പ്രൈസിങ് ഉണ്ടായിരുന്നു. ഒരു ഫുൾ ഓപ്ഷനൊക്കെ അന്ന് തന്നെ ഒരു 16-17 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കിന്. 13 തൊട്ട് 16 വരെ ഉണ്ടായിരുന്നു. 5 കൊല്ലം, 2005 തൊട്ട് 2009 വരെ, 4-5 കൊല്ലം ഉണ്ടായിരുന്നു. ഡീസലാണെങ്കിൽ ഒരു 13 തന്നെ കേട്ടോ മൈലേജ്. 12-13 അത്രയൊക്കെ തന്നെ കിട്ടിയാൽ മതി. കയറി കഴിഞ്ഞാലേ ഈ ഒരു 10-12 വർഷം പഴക്കമുള്ള
ഒറ്റ കയറിപ്പോയാണ്ടോ? ഇത് ആക്ച്വലി വേണമെങ്കിൽ കയറൊക്കെ ചെയ്യും. ആ EV കയറും. കളറുള്ള അല്ലേ? ബാറ്ററി പാക്ക് ആണ് കാണുന്നത്. ഏതായി താഴോട്ടേക്കുന്നേ? ഓ കണ്ടിട്ട് ഇപ്പഴാണ് ശ്രദ്ധിച്ചത്. പക്ഷെ സസ്പെൻഷൻ ഭയങ്കര മോശം, സ്റ്റിഫാണ്, നല്ല സ്റ്റിഫാണ്. ഞാൻ മറ്റേ കോണ ഓടിച്ചായിരുന്നു, കോണ EV. അത് ഭയങ്കര ബാക്ക് സീറ്റ് തീരെ പോരാ, ബാറ്ററി ഉള്ളത് കൊണ്ട് ഫ്ലോർ ബോർഡ് ഭയങ്കര പൊങ്ങി. അതുകൊണ്ടാണ് ഇവർ ഈ സെഡാൻസിൽ അധികം പോവാത്തത്. EV എന്ന് പറഞ്ഞാൽ വരുമ്പോഴും മിക്കവാറും എല്ലാം ഒരു ക്രോസ് ആയിരിക്കും, അങ്ങനത്തെ വണ്ടിയിലായിരിക്കില്ലേ കുറെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഈ ടാറ്റയ്ക്ക് ഇപ്പം അതാ പ്രശ്നം എന്ന് വെച്ചാൽ നെക്സോണിന് മുന്നേ വരുമെന്ന് പറഞ്ഞാണ് ഡിയാഗോ അല്ല ഓൾട്രോസിന്റെ EV. ഓൾട്രോസ് ഇപ്പോഴും ഇറങ്ങാത്തത് അവർക്കത് ബാറ്ററി കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂ കൊണ്ടാണ്. ഇവർ അന്ന് ആ വണ്ടി ലോഞ്ച് ചെയ്തപ്പം അവർ പറഞ്ഞത് ഇലക്ട്രിക്കും കൂടെ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഇത്രയും താഴ്ന്നിരിക്കുന്ന ഒരു വണ്ടി, നമ്മളിങ്ങനെ കാലിങ്ങനെ അണ്ടർ തൈ സപ്പോർട്ട് തീരെ കാണത്തില്ല. അല്ല, മൊത്തത്തില് നമുക്ക് ഹെഡ് റൂമും കുറയും. അത് എങ്ങനെയായാലും ഫ്ലാറ്റ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ മാനേജ് ചെയ്തിട്ടുണ്ട് ഈ ഡിയാഗോയില്, പുറകിലും ഒക്കെയാ വച്ചിരിക്കുന്നത്. EVയില് ഞാൻ കേറിയിട്ടില്ല. വലിയ രണ്ടും തമ്മിൽ എനിക്കിങ്ങനെ വലിയ, ഞാൻ ഷോറൂമിൽ പോയപ്പോൾ നോക്കിയതാ, വലിയ കുഴപ്പമില്ല. പക്ഷെ പഞ്ച് കുറെ കൂടെ ഫേസ് ചെയ്ത കേട്ടോ ഡിയാഗോ വെച്ച് നോക്കുമ്പോ. ഞാൻ ഭയങ്കര അണ്ടർ പവേർഡ് ആണ്, കുറച്ച് കാശിന്റെ കാര്യവും എക്സ്പെൻസീവ് ആണ്. അത്രയും കാശിനുള്ള നല്ലൊരു ഓപ്ഷൻ എടുക്കണേ നല്ല കാശാണ്. അല്ലെങ്കിൽ മറ്റേ ടെർബോ എഞ്ചിൻ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം. ഇപ്പൊ ഓൾട്രോസിന്റെ റേസർ ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് കാണാനൊക്കെ ഒരു വിനയുണ്ട്. പക്ഷെ എന്തോ ഇപ്പം ഇവര് വന്നിട്ടുണ്ടല്ലോ, നിപ്പോൺകാരിപ്പം കേരളം മൊത്തം ലെക്സ്റ്റൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ടാറ്റയുടെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇന്നലെ. അതെ, ഞാൻ അവിടെ ചാത്തന്നൂര് പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്തും പണി എന്തോ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഡീലർ നെറ്റ്വർക്കും സർവീസും ആണുള്ള കുറച്ചൊരു വിഷയം. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിൽ പിന്നെ നല്ലതുണ്ടായിരുന്ന എറണാകുളത്തായിരുന്നു. ശ്രീഗോകുലം നല്ലതായിരുന്നു. എൻ്റെ ഡയറക്റ്റിലൊക്കെ ഇഷ്യൂ അവൻ്റെ വണ്ടി ഉണ്ടല്ലോ, മറ്റേ കസിൻ്റെ. അതെ, സർവീസാണ് ഭയങ്കര പ്രശ്നം. വേറൊന്നുമല്ല, ഒന്ന് പാർട്സിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ അവർക്ക് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ ഗ്രോത്ത് വന്നതിന്റെ ഇപ്പൊ ഉണ്ടായി മാരുതിയൊക്കെ ആണെങ്കിൽ എത്ര കാലം കൊണ്ടാണ് ഇത്രയും വണ്ടി സെയിൽസ് വന്നത്? പെട്ടെന്നല്ലായിരുന്നു ഇവരുടെ സർവീസ് ശൃംഖലയൊക്കെ വിപുലീകരിക്കുന്നല്ലേ. അത് പാരിപ്പള്ളിയല്ലേ? ഉള്ളൊക്കെ മാറിപ്പോയി. എനിക്ക് 2025 ആകുമ്പോൾ ഇവിടെ കണ്ടാൽ പോലും മനസ്സിലാവില്ല. റോഡൊക്കെ ഞങ്ങൾ കുറെ നാളായി ഇതുവഴി NH വഴി പോയിട്ട് ഫുള്ളി പൊളിച്ചിട്ടിരിക്കണുണ്ട്. എനിക്കൊന്ന് കൊല്ലം ഡിസ്ട്രിക്റ്റിലേ ഉള്ളെന്ന് തോന്നുന്നു ഇത്രയും പണി നടക്കുന്നത്. അങ്ങോട്ട് കുറവല്ലേ? നേരത്തെ ആലപ്പുഴ ആണെങ്കിലും ബൈപ്പാസ് ഉണ്ട്. അതെ അതെ, കൊല്ലത്തിന് ഇപ്പൊ ഇത് കഴിഞ്ഞാലും പിന്നെയും ബൈപ്പാസ് ഇനിയും 4 ലൈൻ ആക്കുക. ഓ, അത് വീണ്ടും ആക്കുക? അല്ല, എല്ലാം ബ്രിഡ്ജസ് എല്ലാം പാരലലി പിന്നെയും പണി തന്നുണ്ട്. എത്ര വർഷം എടുത്ത്? 50 വർഷം ഇത് പണി തീരാൻ വേണ്ടിട്ട്. 50 വർഷം? അത് അന്ന് 50 കൊല്ലം എടുത്ത്. ഇപ്പൊ എന്തായാലും സ്പീഡില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ട്രിവാൻഡ്രം പെട്ടെന്ന് അങ്ങ് മാറിയില്ലേ? കഴക്കൂട്ടമൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ കഴക്കൂട്ടം വരുന്ന ടെൻഷൻ. ബ്രേക്ക് കുറച്ച് കുഴപ്പമില്ല, ഓൺ പോയിന്റ് തന്നെ.
ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സോണിൻ്റെ ഒരു കൂപ്പേ മോഡൽ. അങ്ങനെയാണോ? ഉണ്ടാവുമായിരിക്കണം. കോൺസെപ്റ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൊള്ളാം, ടാറ്റയുടെ പുതിയ ഡിസൈനൊക്കെ കാണാൻ ഒരു. പക്ഷെ പ്ലാറ്റ്ഫോം സെയിം ഇപ്പൊ ഈ നെക്സോൺ ഇവിയുടെ പ്ലാറ്റ്ഫോം ഏതാ? പഴയ മറ്റേ വിസ്തയിൽ ഉണ്ടായിരുന്ന ആ കാലം തൊട്ടിട്ട് ഒട്ടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ അവരെ സമ്മതിക്കണം, ആ സാധനം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയും എന്നുള്ള കാര്യം. പക്ഷെ എന്നാലും എത്ര വർഷം പഴക്കമുള്ള സാധനമാണ്. ആ ബാക്ക് ബോൺ എല്ലാം അതിന്റെ തന്നെ ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും വേരിയന്റ് ഉണ്ടോ? ഇല്ല സർ. എങ്കിലും കിട്ടും എന്ന് വെച്ചാൽ സിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വേരിയന്റ് ആണ് ഏറ്റവും നല്ലൊരു പാക്കേജ്. ഏറ്റവും ടോപ്പിന്റെ പോണേക്കാട്ടി ആ ഇടയ്ക്കുള്ളതിൽ നല്ല എക്വിപ്ഡ് ആണ് വണ്ടി. അതുപോലെ തന്നെ ആ വിലയ്ക്ക് ഓക്കെയാണ്. ഇതിൽ നല്ല വ്യത്യാസമാണ്. പക്ഷെ ഒന്നുമില്ല കേട്ടോ, ഒന്നും കിട്ടാനില്ല. എല്ലാത്തിനും 8 മാസം 9 മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ്. ഇന്നലെയോ 2-3 മാസത്തിന് മുന്നേ ടൈഗുണ്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇറക്കുന്നുണ്ടല്ലോ. മ്യൂസിക് ഒരു കുറെ സ്റ്റിക്കറൊക്കെ ആയിട്ട് ഒരു വേരിയന്റ് 16 പോയിന്റ് സംതിങ് എന്തോ ലക്ഷം. സൗണ്ട് എഡിഷൻ. ആൾക്കാരൊക്കെ ഊക്കുമായിരുന്നു കമന്റില്. പണ്ട് ഈ ടാറ്റയ്ക്കായിരുന്നു കാർ ഇറക്കുമ്പോ എഡിഷൻ ഇറക്കുമല്ലോ, മറ്റേ ബ്ലാക്ക് എഡിഷൻ, കസീരംഗ എഡിഷൻ, ഗോൾഡ് എഡിഷൻ, ഒരു ബാത്റൂം എഡിഷൻ ഇവിടെ മാർബിളിന്റെ ഒക്കെ ഒട്ടിച്ച്. എന്റെ സഫാരിയിലൊക്കെ കാണണം. ഇപ്പം പക്ഷെ കുറച്ചൊന്ന് ആ ഒരു സ്കീം മാറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടൊന്നും പുതിയൊന്നും കാണാനില്ല. അപ്പോഴേ ഇപ്പൊ ഇവര് തുടങ്ങിയ ഗ്രൂപ്പ് തുടങ്ങിയ. മറ്റേതിനുണ്ട് എനിക്ക് കുഷാക്കിന് പക്ഷെ പണ്ട് മറ്റേ മോണ്ടി കാറിലോ റാപ്പിഡിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഓക്കെ, അത് ഓക്കെ, റീസണബിളി നല്ല വണ്ടി. ഞാൻ എടുത്ത എന്തൊക്കെ വണ്ടി ചെയ്യും, ചിലപ്പം ഗ്രില്ലൊക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യൂല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്ഥിരമായി. സൈഡിൽ മറ്റേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. പണ്ട് ഈ ഹോണ്ട ഫാൻസ് CBRന്റെ കാര്യം പറയുന്നത് ചേഞ്ച് ഒന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ മാറ്റി ഒട്ടിച്ച് തരാമെന്ന്. CBR അതുപോലെയായിരുന്നു. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്കൊരു എക്സൈറ്റ്മെന്റ് വരും. ഒന്നാമത് ഒരു വണ്ടിയുടെ ഒരു പകുതി സൈക്കിളൊക്കെ ആകുമ്പോൾ എടുക്കണം വേണ്ടി. പക്ഷെ പഴയ വണ്ടിയല്ലേ, നല്ല വണ്ടിയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനത്തെ എഡിഷനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു നമ്മുടെ ഓഫീസിൽ എടുത്തിട്ടുണ്ടല്ലോ ഷിഫ്റ്റ് എടുത്തു. എന്നോട് ചോദിച്ചു, രണ്ട് കൽപ്പിച്ചാണ് എന്ത് പറഞ്ഞാലും എടുക്കും. ഞാൻ ഇവിടെ കിട്ടാൻ നോക്കുന്നത് വെയിറ്റ് പുതിയ ഹൈബ്രിഡ് വരുമല്ലോ, എന്തായാലും പ്രൈസ് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് എന്തായാലും പ്രൈസ് കൂടും. പറഞ്ഞില്ല അത് മതി എന്ന് പറഞ്ഞ് പ്രൈസ് ഷിഫ്റ്റ് ഒക്കെ എടുത്തു. ബീപ്പിന്റെ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന് പുറകിലേ നമുക്ക് ആ ജസ്റ്റ് ഒരു വെയിറ്റിന്റെ ഒരു സെൻസർ വെച്ചാൽ മതി. 24 മണിക്കൂറും സാധനം പ്ലഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ 120 സെക്കൻഡ് പഠിച്ചുകൊണ്ടിരിക്കും. സീറ്റ് ബെൽറ്റിന്റെ വാർണിംഗ് ലൈറ്റ്. മറ്റേ എല്ലാ സീറ്റ് ബെൽറ്റും ഇടണം. ബാക്കിലെന്തെങ്കിലും എന്ത് മെനക്കേടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ഒരു വെയിറ്റിന്റെ സെൻസർ വെച്ചാൽ പോരെ, ആളിരിക്കണമെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിക്ക് ചെയ്താൽ മതി. എല്ലാം പിടിച്ചിട്ട് വയ്ക്കാൻ പറഞ്ഞു. പക്ഷെ അതങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എവിടെ പോകണമെങ്കിൽ അത് ഇട്ടേ പറ്റത്തുള്ളൂ. അതിന്റെ മേളിൽ കൂടെ കയറി ഇരിക്കുന്നതിനെ കുറിച്ച് നല്ലതാണ്. പക്ഷെ അവർക്ക് ആ വെയിറ്റിന്റെ ഒരു സെൻസർ വെക്കായിരുന്നു. ഇത് നല്ല വണ്ടിയാണ്. BYD അല്ലേ, അവരുടെ വെളിയിലൊക്കെ നല്ല വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ക്രെറ്റ പോലെ മോഡൽ. ഇവിടെ വന്നത് KSRTCക്കാന്ന് തോന്നുന്നു. ഈ ബസ്സായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ BYDയുടെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഓട്ടോ, അതാ ഞാൻ പറഞ്ഞത്. ഓട്ടോ 3 അങ്ങനെ എനിക്കറിയാം. പക്ഷെ അത് അകത്ത് എനിക്ക് ഇവിടെ ഒരു
ഗിറ്റാറിന്റെ സ്ട്രിങ് പോലത്തെ ഒരു സാധനമൊക്കെ കപ്പ് ഹോൾഡറൊക്കെ വരുന്നത്. അതൊക്കെ കുറച്ചൊരു ഓവർ ഡിസൈൻഡ് ആയിട്ട് തോന്നി. പക്ഷെ ടോട്ടലി വണ്ടി കാണാൻ ഭയങ്കര നല്ല വൃത്തിയാണ്. എവിടെയൊക്കെയോ ചെറിയൊരു എവിടെയോ ബോഡിയിലൊക്കെ ഓക്കെ. വണ്ടി നല്ലതാന്ന് തോന്നുന്നു. ഞാൻ 2-3 കണ്ടു കേട്ടോ. ആദ്യം BYD 6 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോവ പോലത്തെ ഒരു MPV ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞപ്പോഴാണ് അത് ഇവരാദ്യം നമുക്ക് പ്രൈവറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഇതില്ലായിരുന്നു, ഫ്ലീറ്റിനായിരുന്നു വണ്ടി കൊടുത്തോണ്ടത്. അതുകൊണ്ട് ഈ BYD ആദ്യം വന്ന വണ്ടിയൊന്നും അധികം അറിയാത്ത. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഡൽഹി പബ്ലിക് സ്കൂൾ നല്ല സെറ്റപ്പാ. അറിയായിരുന്നു എനിക്ക് പേര്, പെട്ടെന്ന് വരൂല. ഫോക്കസ് ഫോക്കസ് അല്ല, ഫോക്കസ് മറ്റേ F വെച്ചായിരുന്നു. സർവീസൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ അവൈലബിലിറ്റി ഒരു പ്രശ്നമെന്ന് പറയുന്നു. ഇടയ്ക്ക് ഭയങ്കര ചീപ്പായിരുന്നു എന്ന് പറഞ്ഞു. 2-3 ഫോൺ ഓണോട് സംസാരിച്ചപ്പോഴേ ക്ലോസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് തിരിച്ചു വരും എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. ആദ്യം പറഞ്ഞു മറ്റേ മസ്തങ്ങൊക്കെ പോലെ വലിയ വണ്ടികൾ CB ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം റൂൾ വെച്ച് 2500 യൂണിറ്റ് എന്തായാലും കൊണ്ടുവരാം എല്ലാ കമ്പനിക്ക്. അങ്ങനെ കൊണ്ടുവരാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇല്ല അതുകൊണ്ടില്ല, വീണ്ടും തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് മറ്റേ സാധനത്തിലാന്ന് തോന്നി, ഏതൊരു പ്ലാന്റ് ഇപ്പൊ ടാറ്റ ഏറ്റെടുത്തേന്ന് തോന്നുന്നു. ഇടയ്ക്ക് പോളോ GTI ഒക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് എല്ലാവർക്കും ഇപ്പം കൊണ്ടുവരും. ഇപ്പൊ ടീറോക്ക് അങ്ങനെയാ കൊണ്ടുവന്നത്. 2500 യൂണിറ്റ് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനിയിപ്പം പുതിയ സൂപ്പർ വരും. അത് വരുന്നത് LNK ടോപ്പ് എൻഡ് മാത്രം ഇതുപോലെ CB ആയിട്ടാണ് വരുന്നത്. CKD അല്ല, CB കംപ്ലീറ്റ് ബിൽഡും മറ്റേ നോക്ക് ഡൗൺ കിറ്റ്സ് ആണ്. യൂഷ്വലി ബൈക്കൊക്കെയാണ് അങ്ങനെ വരാറ്. CKD ഡാർക്ക് എഡിഷൻ ഡാർക്ക് എഡിഷൻ ലോഞ്ച് ചെയ്തില്ലേ സമയത്ത് ആദ്യം വന്ന വണ്ടിയൊക്കെ 17 ഇഞ്ച് ആയിരുന്നു. 17 ഇഞ്ച് ഡീലും സൈഡിലൊക്കെ മറ്റേ ആ ക്രോമിന്റെ ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ലോട്ട് വന്നപ്പോഴാണ് 18 കൊടുക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ. ഒരാളുടെ വണ്ടി ഉള്ളത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. നമ്മൾ ആ 18 ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ വണ്ടിയാണ്. രാജ്യസ്നേഹികൾ കുറെ എണ്ണം ഉണ്ട്. സർവീസ് സെന്ററിൽ കിടന്നിട്ടില്ല അതിന്റെ കിടക്കുമ്പോ ശരിയായി. മഹേന്ദ്രക്ക് ഇത്ര രാജ്യസ്നേഹികളില്ല കേട്ടോ. ഈ ടാറ്റയ്ക്ക് എനിക്ക് മഹേന്ദ്രയുടെ ഫാൻസ് കുറച്ചും കൂടെ എനിക്ക് തോന്നിച്ചിരി വെളിവുള്ളതാണോ? വെളിവിട്ടല്ല, കുറച്ചും ന്യൂട്രലായിട്ട് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എന്തായാലും വണ്ടി ഇരിക്കും, ഞങ്ങളുടെ കുറെ SUV ഉണ്ട്. അത് നീ ഒരു പുതിയ പരസ്യം കണ്ടായിരുന്നു, ഇന്ത്യസ് നമ്പർ 1 SUV മേക്കർ എന്ന് പറഞ്ഞിട്ട്. ആരായിരിക്കും? ചുമ്മാ ഗസ് ചെയ്യ്. ഹ്യുണ്ടായി അല്ലേ? ഇല്ല, ബെൻസും അല്ല കേട്ടോ. ബെൻസിന് എല്ലാ വേരിയൻസിനും SUV ഉള്ളതാണ്. അതുമല്ല, ഗസ് ചെയ്യ്. ഇന്ത്യസ് നമ്പർ 1 SUV മേക്കർ. ഏറ്റവും കൂടുതൽ മോഡൽ ഉള്ളത് അവർക്കാണ്. അത് മഹേന്ദ്ര അല്ലേ? അല്ല, എന്നാരടാ
പറ ഒരു ക്ലൂ ക്ലൂ നല്ല സെയിലുള്ളൊരു കമ്പനിയാണ്. രാജ്യം പറ. രാജ്യം പറഞ്ഞ രാജ്യം പറയാ ഏറ്റവും സെയിലുള്ളതാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ 3 നമ്പറിലുള്ള 2 പേരുടെ പേരും പറഞ്ഞു. ഒന്നാമതാരായിരിക്കും? മാരുതി. അവരുടെ ഏത് SUV? എക്സ്പ്രസ് തൊട്ട് എല്ലാ SUV. ഒരു ദിവസം രാവിലെ എണീച്ച ബിസിനസിനോടും പറഞ്ഞു നാളെ തൊട്ട് SUV ആണ് കേട്ടല്ലോ. ലോഡ് എക്സ്പ്രസ്സോ എല്ലാ SUV അല്ലേ? ഇഗ്നസ് ആദ്യം മറ്റേ ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞു വന്നിട്ട് ഒരു ദിവസം ആ ഫേസ് ലിഫ്റ്റ് ഒന്നുമില്ല ഗ്രില്ല് മാറിയപ്പോ തൊട്ട പ്രൊഫഷണലൊക്കെ SUV എന്നാ പറഞ്ഞിരിക്കണം. കോമ്പാക്ട് SUV, മിനി SUV അങ്ങനെ എന്തോ ഒരു പേര്. ഒരു ദിവസം രാവിലെ എണീച്ച് ഇന്നോട്ട് നീ SUV ആണ് കേട്ടല്ലോ. തെറ്റാണ് ഇനി മുതൽ നീ SUV ആണ്. മാണിക്യമാണ് മാണിക്യം. അതായിരുന്നു അവസ്ഥ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ അതും ഇങ്ങനെ എല്ലാ വണ്ടി ഇങ്ങനെ നിർത്തി ഞാൻ നോക്കിയപ്പോൾ ഓരോ സൈഡിൽ എക്സ്പ്രസ്സോ അപ്പുറം ദിഗ്നസ് പിന്നെ പോട്ടെ ജിമ്നി ഓഫ് കോഴ്സ് ഒരു നമുക്ക് ആ ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4x4 SUV ഏറ്റവും ബെസ്റ്റാണ്. റീസ എല്ലാം ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ എന്നിട്ട് SUV അങ്ങനെയാണെങ്കിൽ പിന്നെ വാഗണറിനെയും കൂടെ SUV ആയിട്ട് പ്രഖ്യാപിച്ചു. അതിനൊരു ചെറിയ ഇച്ചിരി നല്ല വലിയ ടയറൊക്കെ സെയിലിന്റെ കാര്യത്തില് മാത്രം ഒരു കുറവില്ല. കഴിഞ്ഞ വർഷം ഇടയ്ക്ക് ടാറ്റ 2ാമതായിരുന്നു. ഭയങ്കര ഒരു ക്വാർട്ടറിൽ. ഓഫ് കോഴ്സ് മാരുതി 1,53,000 എന്തോ